ഹലോ ഗായ്സ്, ഇന്നൊരു കല്യാണം വിളി വ്ളോഗാണ്. അനിയൻ്റെ കല്യാണം ഇങ്ങെത്തി. അപ്പോൾ ഇതുവരെ കല്യാണം വിളിച്ചു തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നോട്ട് തുടങ്ങാമെന്ന് വയ്ക്കുന്നത്. രാവിലെ ആണെങ്കിൽ ഒടുക്കത്തെ മഴയും. അപ്പോൾ ഈ മഴ കണ്ടതോടെ പോകാനുള്ളൊരു മടി, മഴയത്ത് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ വിചാരിച്ചു ഇന്ന് തുടങ്ങിയിട്ടെങ്കിൽ എന്തായാലും ലേറ്റ് ആവും. അപ്പം തുടങ്ങിയേക്കാന്ന് വെച്ചിട്ട് നേരെ അച്ഛൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഇറങ്ങിയത്. കൂത്തുപറമ്പിലേക്കാണ് ഫസ്റ്റ് പോയത്. അച്ഛൻ്റെ ഏച്ചീൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറിയിട്ടാണ് പോകേണ്ടത്. കുറേ കാലമായി ഇങ്ങോട്ടേക്ക് വന്നിട്ട്. അപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങനെ ഫുള്ള് ചുറ്റുപാടും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതുപോലെയാണ് എൻ്റെ അച്ഛൻ്റെ വീടും. ഇങ്ങനെ മച്ചൊക്കെയുള്ള പണ്ടത്തെ ഓടിട്ട വീടില്ല, അങ്ങനെയാണ് കേട്ടോ അച്ഛൻ്റെ വീടും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ പണ്ട് സ്കൂൾ അടച്ചാലെല്ലാം നമ്മളിവിടെ വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് റൂമൊക്കെ ഉണ്ട്, കുറച്ചല്ല, ആ കാലത്ത് നല്ല കുറേ റൂമുകളൊക്കെ ഉള്ളതാണ്, വലിയ വീടായിരുന്നു. പിന്നെ ഇങ്ങനെ വെള്ളം കോരിയിട്ടാണ് ചായക്കും കുടിക്കാനൊക്കെ വെള്ളം എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞിട്ട് വല്യമ്മ ചായയും അരി ഉണ്ട പിന്നെ പഴം പുഴുങ്ങിയത് അങ്ങനെയൊക്കെ ആക്കി വെച്ചു. വല്യമ്മക്ക് കഴിയുന്നില്ല, എന്നാലും ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞിട്ടാകുമ്പോൾ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാപ്പനോട് ഞങ്ങളെല്ലാവരും വർത്തമാനം പറയാം. കുറേ കാലത്തിന് ശേഷം കണ്ടുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സന്തോഷം, ഒരു പോസിറ്റീവ് ഫീലാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു അന്തരീക്ഷം, അത് ചുറ്റുപാടും നല്ല മഴയൊക്കെ പെയ്തിട്ടുള്ള ഈ ഒരു അന്തരീക്ഷം കൂടി ആയതുകൊണ്ട് നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ, പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടി ഇങ്ങനത്തെ ഒരു വീടും കാര്യങ്ങളൊക്കെ എത്തിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പം മഴ പെയ്തിട്ട് ഈ പൂക്കളിലൊക്കെ ഇങ്ങനെ വെള്ളത്തുള്ളികൾ കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ വെറുതെ വീഡിയോ എടുത്തു. അപ്പോൾ ഞങ്ങളിങ്ങനെ കല്യാണം വിളിക്കാണ്ട് ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി. കാരണം നമ്മൾ വർത്തമാനത്തിലായിരുന്നു. ചായയും ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നു. പക്ഷേ ഇനി ഇരുന്നിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആവുന്നില്ലത് കൊണ്ട് തന്നെ വേഗം കല്യാണമൊക്കെ വിളിച്ചിറങ്ങി. അടുത്തത് ഏച്ചീൻ്റെ വീട്ടിലേക്ക് പോകണം. അങ്ങനെ ഏച്ചീൻ്റെ വീട്ടിലേക്ക് പോയി കുടുക്കിമുട്ട അവിടത്തേക്കാണ് പോയത്. അവിടെ നല്ല ഫുഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറും ചിക്കൻ കറിയും ചിക്കൻ വറവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയും കല്യാണമൊക്കെ വിളിച്ചു. ഇനി അടുത്തതെന്ന് വെച്ചാൽ അഴീക്കോടേക്കാണ് പോകേണ്ടത്. അച്ഛൻ്റെ ഏച്ചീൻ്റെ മോളാണ്. അതന്നെ ഏച്ചീൻ്റെ വീട്ടിലേക്ക് തന്നെ, എൻ്റെ ഏച്ചീൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ വഴി ഏതാണെന്ന് മനസ്സിലായോ? ഇത് നമ്മളെ പയ്യന്നൂരകത്തുനിന്ന് കണ്ണൂരേക്ക് പോകുമ്പോൾ വളവട്ടണം പുഴ അറിയില്ലേ? കണ്ണൂരുകാർക്ക് വളവട്ടണം പുഴ അറിയാതിരിക്കില്ല. അപ്പോൾ അവിടെ പിന്നെ അതിൻ്റെ താഴെ സൈഡിൽ അതിന് ബസ്സിലേക്കൂടെ പോകുമ്പോൾ കാണും, താഴെ ഈ ബോട്ടൊക്കെ നിർത്തുന്ന സ്ഥലമില്ലേ, അതിൻ്റെ സൈഡിലേയുള്ള റോഡാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴി വരുന്നത്. ഏട്ടനില്ലത് കൊണ്ട് തന്നെ പല വഴിയിലോട്ടും പോയിട്ട് പെട്ടെന്ന് എത്തി കേട്ടോ. ട്രാഫിക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് എത്തി ഓരോരോ സ്ഥലത്തേക്കും. അങ്ങനെ ഇപ്പോൾ വഴിക്കൂടെയൊക്കെ പോവാണ്. വൈകുന്നേരമായി. അപ്പോൾ ഈ വഴി പോകുമ്പം ചുറ്റും ഫാക്ടറികളാണ് കേട്ടോ, ഈ മരത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മരത്തിൻ്റെ ഒരു സ്മെല്ല്, മരം പുഴുങ്ങുന്ന സ്മെല്ലാണെന്ന് തോന്നുന്നു. ഒരു അത്ര നല്ല സ്മെല്ലാണോ വെച്ചാൽ അതല്ല, നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. ഉടനീളം ആ ഒരു സ്മെല്ലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് അവരെ ഏച്ചീൻ്റെ വീട്ടിലേക്ക് എത്തി. അവരോടെല്ലാം കല്യാണം വിളിച്ച് അങ്ങനെ ഞങ്ങൾ വേഗം ഇറങ്ങി കേട്ടോ.